പൃഥ്വിരാജിന്റെ ഐ നോബഡി എന്ന സിനിമയുടെ 11 ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ പരിശോധിക്കാം നമുക്ക്. അതിനുമുമ്പ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സ്റ്റോക്ക് സ്റ്റുഡിയോ ചാനൽ ഐ നോബഡി പൃഥ്വിരാജ് നിസാം ബഷീർ കോംബോയിൽ പുറത്തിറങ്ങിയ സിനിമയാണ് നമ്മുടെ ഐ നോബഡി എന്ന് പറഞ്ഞ സിനിമ. മ്യൂസിക് നമ്മുടെ ജേക്സ് വിജയ് ആണ്. പടം വലിയൊരു ദുരന്തത്തിലോട്ട് പോവുകയാണ് നമ്മുടെ ഐ നോബഡി എന്ന് പറഞ്ഞ മലയാള സിനിമ. സിനിമയുടെ കളക്ഷൻ പരിശോധിക്കുകയാണ് കേരളം എന്ന് മാത്രം സിനിമയ്ക്ക് ഈ കഴിഞ്ഞ 11 ദിവസം കൊണ്ട് അല്ലെങ്കിൽ 2 ആഴ്ചയിലോട്ട് പോവുകയാണ് സിനിമ. ഓൾമോസ്റ്റ് 11 ദിവസം കൊണ്ട് 7,65,00,000 സിനിമയുടെ കേരള ബോക്സ് ഓഫീസ്. കർണാടക ബോക്സ് ഓഫീസ് 95 ലക്ഷമാണ്. തമിഴ്നാട് 41 ലക്ഷം. തെലുങ്കിലെ സിനിമയ്ക്ക് 45 ലക്ഷം. റെസ്റ്റ് ഓഫ് ഇന്ത്യ അങ്ങനെ ഇന്ത്യൻ മറ്റു ഭാഗത്തേക്ക് ആയിട്ട് 20 ലക്ഷമാണ്. അങ്ങനെ ഡൊമസ്റ്റിക് ആയിട്ട് പടത്തിന് 9,66,00,000. ഇനി വിദേശത്തെ ബോക്സ് ഓഫീസ് തന്നെയാണ്. ഇന്ത്യന്റെ വെളിയിലെ സിനിമയ്ക്ക് ഓൾമോസ്റ്റ് 5,19,00,000 അപ്രോക്സ് കാണാൻ സാധിക്കുന്നത്. പിന്നെ സിനിമയുടെ ടോട്ടൽ വേൾഡ് വൈഡ് കളക്ഷൻ തന്നെയാണ്. ഓൾമോസ്റ്റ് ലോകം മൊത്തം സിനിമയ്ക്ക് 14,85,00,000. വളരെ മോശമായ ബോക്സ് ഓഫീസ് തന്നെയാണ് സിനിമയ്ക്ക് കാണാൻ സാധിക്കുന്നത്. സിനിമയ്ക്ക് രണ്ടാമത്തെ ആഴ്ചയിൽ തന്നെ മോശമായ അഭിപ്രായങ്ങളും അതുപോലെ തന്നെ മോശമായ ബോക്സ് ഓഫീസിലോട്ടാണ് പടം പോകുന്നത്. ഇങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ ആഴ്ച സിനിമ കംപ്ലീറ്റ് ആയിട്ട് ഓടാൻ പോകും ചാൻസ് കാണുന്നില്ല, അല്ലെങ്കിൽ കംപ്ലീറ്റ് വാഷ് ഔട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇപ്പൊ തന്നെ ഓൾമോസ്റ്റ് പല ഇടങ്ങളിലും സിനിമ വാഷ് ഔട്ട് ആയി കഴിഞ്ഞ വീഡിയോയിലും ഞാൻ അത് തന്നെയാണ് പറഞ്ഞത്. ഓൾമോസ്റ്റ് എല്ലാ തിയേറ്ററുകളിലും സിനിമ വാഷ് ഔട്ട് ആകുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. എന്തായാലും ഈ വർഷം തിയേറ്റർ റിലീസിന് വന്ന നമ്മുടെ 13ാമത്തെ ഹയസ്റ്റ് ഗ്രോസിംഗ് ലിസ്റ്റിൽ കാണാൻ സാധിക്കും നമ്മുടെ ഐ നോബഡി എന്ന സിനിമ. എന്തായാലും പടം ഓൾമോസ്റ്റ് ഇപ്പൊ നിലവിൽ ഇങ്ങനെ കറന്റ് ആയ ട്രെൻഡ് നോക്കുകയാണെങ്കിൽ ഒരു 15 കോടിയിൽ സിനിമയുടെ ഫൈനൽ കളക്ഷൻ വരാൻ ചാൻസ് കാണുന്നുണ്ട്. കേരളത്തിലെ ഷെയർ ഒക്കെ ഇപ്പൊ തന്നെ സിനിമയ്ക്ക് ഓൾമോസ്റ്റ് 4 കോടിയുടെ അടുത്ത് കാണാൻ സാധിക്കുന്നുണ്ട്. വേൾഡ് വൈഡ് ഷെയർ 6,95,00,000. എന്തായാലും പടത്തിന് നിലവിലെ തിയേറ്ററിൽ റിക്കവറി പരിശോധിക്കുകയാണെങ്കിൽ 25% മാത്രമാണ് കാണാൻ സാധിക്കുന്നത്. വലിയൊരു ദുരന്തത്തിലോട്ട് പോവുകയാണ് നമ്മുടെ ഐ നോബഡി എന്ന പൃഥ്വിരാജ് സിനിമ. എന്തായാലും കാത്തിരിക്കുന്ന ചെയ്യാൻ നമുക്ക് പൃഥ്വിരാജിന്റെ നല്ലൊരു സിനിമയ്ക്കായിട്ട് ഈ വരുന്ന ഓഗസ്റ്റ് നമ്മുടെ ഖലീഫ സിനിമയിലൂടെ, അതൊരു ഓണം ക്ലാഷ് സിനിമയാണ് നമ്മുടെ ബെത്ലഹേം കുടുംബ യൂണിറ്റിന്റെ സിനിമയുടെ കൂടെ. എന്തായാലും നല്ല എക്സ്പെക്ടേഷൻസ് ഉള്ളൊരു മലയാള സിനിമയെ പൃഥ്വിരാജിന്റെ ഇനി വരാൻ പോകുന്ന വൈശാഖിന്റെ ഒരു കൊമേഴ്ഷ്യൽ സിനിമയായി ഖലീഫ എന്ന സിനിമ കാത്തിരിക്കുന്ന ചെയ്യാൻ നമുക്ക്. കൂടുതൽ സിനിമ ആർക്കിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് സ്റ്റുഡിയോ ചാനൽ.